വെൽക്കം ടു ദിയാസ് ടേസ്റ്റി കിച്ചൺ. ഇന്ന് നമ്മൾ അച്ചിങ്ങ പയർ തോരനാണ് തയ്യാറാക്കുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. അച്ചിങ്ങ പയർ തോരൻ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ചട്ടി ചൂടാകാൻ വയ്ക്കാം. ഇനി അതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായതിനു ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ട് വേണം നമുക്കിതിലേക്ക് പയർ ചേർത്ത് കൊടുക്കാൻ. ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഉണക്കമുളകും കൂടി ഇപ്പോൾ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന അച്ചിങ്ങ പയർ ചേർത്ത് കൊടുക്കാം. 250 ഗ്രാം അച്ചിങ്ങ പയർ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 പിടി തേങ്ങ ചിരകിയതും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു 4 ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് എരിവിന് വേണ്ടി പച്ചമുളക് ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളക് അരിഞ്ഞത് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് പാകത്തിനുള്ള ഉപ്പുപൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. പയർ ചേർത്തതിന് ശേഷം നമ്മൾ സ്റ്റൗ ലോ ഫ്ലെയിമിലാണ് വെച്ചിരുന്നത്. ഇതെല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇങ്ങനെ തട്ടിപ്പൊത്തി മൂടി വെച്ചു കൊടുക്കാം. സ്റ്റൗ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി. പയർ എളുപ്പത്തിൽ തന്നെ വെന്ത് കിട്ടും. ഇനി നമുക്കിതിൻ്റെ മൂടി തുറന്ന് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ മൂടി തുറന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുന്നത്. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് മൂടി വെച്ച് വീണ്ടും വേവിച്ചെടുക്കാം. ഇതിൽ നമ്മൾ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. മൂടി വെക്കുമ്പോൾ അതിൻ്റെ ആവി കൊണ്ട് തന്നെ പയർ വെന്ത് കിട്ടും. സദ്യയിലൊക്കെയുള്ള ഒരു തോരനാണ് അച്ചിങ്ങ പയർ തോരൻ. പിന്നെ ഇത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കാവുന്നതുമാണ്. ഇതിൽ വേണമെങ്കിൽ തേങ്ങയൊക്കെ ഒതുക്കി ചേർക്കാവുന്നതാണ്. ഞങ്ങൾ സാധാരണ ഇങ്ങനെയാണ് ചെയ്യാറ്. പിന്നെ ഇത് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. സ്റ്റൗ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. അച്ചിങ്ങ പയർ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇനി നമുക്കിതിൻ്റെ മൂടി തുറന്ന് പയറൊക്കെ വെന്തോ എന്ന് നോക്കാം. പയറ് വെന്തിട്ടുണ്ട്. ഉപ്പൊക്കെ പാകത്തിനാണോ നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മുടെ പയർ തോരൻ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് തയ്യാറാക്കാവുന്നതാണ്. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാവുന്ന ഒരു തോരൻ റെസിപ്പിയാണിത്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. റെസിപ്പി ഇഷ്ടമായാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.